ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. LDF ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. പഠനയോഗത്തിൽ KD അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. നിലപാട് അതാണ് UDFന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അഴിമതിരഹിതമായിട്ടുള്ളൊരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെറുപുഴ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ പ്രസംഗിച്ച നേതാവിന്റെ പാർട്ടിക്കാരുണ്ടല്ലോ, അവരും ഭരിച്ചല്ലോ ചെറുപുഴ പഞ്ചായത്ത്, ഭരിച്ചില്ലേ? ഇതിന്റെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടല്ലോ, പേരൊന്നിവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഴിമതി എവിടെ മുതലാ തുടങ്ങിയ? നമ്മുടെ താഴത്തെ മീൻ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ ആ മീൻ വിൽക്കുന്ന കച്ചവടക്കാർ പറയും, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ വന്ന് ഇന്നയാണ് കാശും വാങ്ങിയിട്ട് മീനും വാങ്ങിയിട്ട് പോയി. മീൻ കച്ചവടക്കാർ മാത്രമല്ല, അത് ഏറ്റവും താഴെയുള്ള ഒരു തട്ടാണ്. അവിടെ മുതൽ മുകളിലേക്ക് തുടങ്ങുകയാണ്. ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷം ഈ ചെറുപുഴ പഞ്ചായത്തിനെ അഭിമാനപൂർവം നയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മാസ്റ്ററും അതിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെ അഭിമാനം നൽകിയിട്ടുള്ള റജി പുളിക്കൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. 2005 വരെ UDF ഭരിച്ചു. അവർ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റുന്നവരല്ല ഈ UDFകാർ. 2005 കഴിഞ്ഞ് 2005 തെരഞ്ഞെടുപ്പിൽ ഈ ചെറുപുഴ പഞ്ചായത്ത് ഭരണസാരഥ്യത്തിലേക്ക് വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ 10 വരെ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പിന്നീട് ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക്, അന്ന് അദ്ദേഹം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണം നടത്തി. അതിൻ്റെ പ്രാദേശിക ഗവൺമെൻറ്റാണ്, അത് പഞ്ചായത്താണ്. സാധാരണ മനുഷ്യൻ്റെ അരികത്തേക്ക് അവർ ചെന്നു. അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ കേരളത്തിൽ ഇനി ഉണ്ടാവരുത്. മിനിഞ്ഞാന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഹൈടെക് ആയിട്ടുള്ള ഞാൻ നാളെ വീണ്ടും എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണം, വിദേശത്തേക്ക്. അതിന് മുൻപ് നിങ്ങളെ കണ്ടിട്ട് എന്താണ് ഡൈനാമിക് ഒരു കാര്യം അതിദരിദ്രം ഇല്ലാതായിരിക്കുന്നു, ഇനി വേറെ പണിയെടുക്കാം എന്നല്ല. അവരുടെ ജീവിതം എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോകുന്നത്, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഈ ഗവൺമെന്റ് എന്ത് ഇടപെടൽ നടത്തണം. അതുകൊണ്ട് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർ തൊഴിൽ നേടുന്നു, അവർക്ക് തൊഴിൽ പരിശീലനം വേണം, മുന്നോട്ടേക്ക് പോയിക്കും. 35നും 60നും ഇടയിൽ ഞങ്ങളെ കണ്ടല്ലോ ഈ ഗവൺമെന്റ്, അംഗൻവാടി ജീവനക്കാർ അവർ പറഞ്ഞു, ഞങ്ങളെ ഗവൺമെന്റ് നമ്മുടെ കഴുത്തിൽ ചവിട്ടി ഞെരിച്ചിട്ട് ശ്വാസം മുട്ടിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത്, പ്രിയപ്പെട്ട റബ്ബർ കൃഷിക്കാരൻ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളിൽ ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് P ശശിധരൻ, KR ചന്ദ്രകാന്ത്, KF അലക്സാണ്ടർ, ജോയിസ് പുത്തമ്പുര, നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളടക്കം നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. LDF മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്: 1-ാം വാർഡ് ഷിൻഡോ തോമസ് കൈപ്പനാനിക്കൽ, 2-ാം വാർഡ് സുജാത ബാലകൃഷ്ണൻ, 3-ാം വാർഡ് പ്രിയേഷ് PV, 4-ാം വാർഡ് KC ലക്ഷ്മണൻ, 5-ാം വാർഡ് ഏലിയാമ്മ മൂലയിൽ, 6-ാം വാർഡ് ജോമി ഷൈബി, 7-ാം വാർഡ് ശ്രുതി രാജേഷ്, 8-ാം വാർഡ് മേരി മാത്യു, 9-ാം വാർഡ് ഷാൻഡി കലാധരൻ, 10-ാം വാർഡ് ജോയിസ് പുത്തമ്പുര, 11-ാം വാർഡ് PJ ജോസ്, 12-ാം വാർഡ് TK ബീന, 13-ാം വാർഡ് VG ശ്രീനിവാസൻ, 14-ാം വാർഡ് മഞ്ജു വിനോദ്, 15-ാം വാർഡ് സീമ മുകുന്ദൻ, 16-ാം വാർഡ് PV വിജയൻ, 17-ാം വാർഡ് രാജു മൂലേക്കാട്ടിൽ,
18-ാം വാർഡ് ദാമോദരൻ മാസ്റ്റർ, 19-ാം വാർഡ് റീന സി, 20-ാം വാർഡ് പി സന്തോഷ് എന്നിവരാണ്. LDF പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാപ്പോയിൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി KK ജോയിയും മത്സരിക്കും. എവൻ ന്യൂസിലേക്ക് സ്വാഗതം. LDFിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ചെറുപുഴ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ 20 സ്ഥാനാർത്ഥികളെയും നാമം നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ആ 20 സ്ഥാനാർത്ഥികളെയും പ്രകടനമാണ് നമ്മുടെ ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. CPMൻ്റെ ജില്ലാ പഞ്ചായത്ത് തല സ്ഥാനാർത്ഥികൾ, ബ്ലോക്ക് തല സ്ഥാനാർത്ഥികൾ എന്നുവേണ്ട ഏകദേശം 23ഓളം സ്ഥാനാർത്ഥികളെ പ്രകടനമാണ് നമുക്ക് പിന്നിലൂടെ കടന്നു വരുന്നത്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.